ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 83. രാവിലെ മുതൽ ക്രിക്കറ്റും പ്രാക്ടീസും പരിപാടികളൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഈ ഒരൊറ്റ ബിഗ് ബോസ് റിവ്യൂ കണ്ടിട്ട് മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ 1-2 ബിഗ് ബോസ് റിലേറ്റഡ് ഇൻ്റർവ്യൂവിനും പോയി തലവെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി പറയാനുള്ളതൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർവ്യൂ വരുമ്പോഴായിരിക്കും ഒന്നെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്തവരായാലും പോകും, അല്ലെങ്കിൽ ഞാനും പോകും. പറയാനുള്ളതൊക്കെ ഞാൻ പറയുന്നുണ്ടേ, മനസ്സിലായോ? അപ്പോൾ ഓക്കെ, ഇന്നത്തെ എപ്പിസോഡിൽ വീണ്ടും അടുക്കളയിൽ നിന്ന് തന്നെയാണ് അടി തുടങ്ങുന്നത്. ലാലേട്ടൻ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന കല്ല്, അത് എന്ത് കല്ലാന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും നല്ല കല്ല്, അതാണ് വെച്ചത് മുതൽ അടി അടുക്കളയിലാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ വെസലിൻ്റെ വിഷയം പറഞ്ഞിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. വെസൽ പ്ലസ് ഫുഡ് പ്ലസ് അങ്ങനെ പോവാണ് ഈ പരിപാടികൾ മൊത്തം. ആക്ച്വലി അനുമോൾ ഒരു പണിയെടുക്കാൻ നടക്കൂല. അനുമോൾ എന്തായാലും വാശിക്കാണ്. അനുമോൾക്ക് ആ വീട്ടിൽ എടുക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിൽ കയറി കുക്ക് ചെയ്യുന്നത്. ഓക്കെ, ആ പണിയിലേക്ക് എത്താനുള്ള എല്ലാ പരിപാടിയും അനുമോളോട് ഇപ്പോൾ ഈ 3 ക്യാപ്റ്റന്മാർ പറയുകയാണ്, നീ വെസൽ ചെയ്യേണ്ട, നീ ഒരു കാര്യം ചെയ്യും, ഒന്ന് കുക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവർക്ക് ഫുള്ള് വെച്ചുണ്ടാക്കി കുക്ക് ചെയ്ത ആ ഇഷ്ടപ്പെട്ട ആ ഒരു ജോലി മാത്രം ഭയങ്കര ഹ്യൂമാനിറ്റി ഒക്കെ ഇട്ട് വെതറി ആ സാധനം ഉണ്ടാക്കി എല്ലാവർക്കും വെച്ച് വിളമ്പാൻ പറ്റും അനുമോൾക്ക്. അല്ലാതെ ഒരു ജോലി പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് സീനാക്കിക്കൊണ്ടേയിരിക്കും അനുമോൾ. ഓക്കെ, അതാണ് അനുമോളുടെ ആ ഒരു തോട്ട് പോകുന്ന ആ ഐറ്റത്തിക്ക്. 100 ഈ പറഞ്ഞ പോലെ ഒരു പണിയെടുക്കാൻ റെഡിയല്ല. കാരണം ഇവരുടെ ക്യാപ്റ്റൻസീൻ്റെ അണ്ടറിൽ അവർ പണിയെടുക്കില്ല എന്നുള്ള വാശിക്കാണ് അവർ നിൽക്കുന്നത്. അങ്ങനെ അടി തുടങ്ങി കുറച്ച് കഴിഞ്ഞ് ഫ്രിഡ്ജിനകത്തുനിന്ന് ആ യോഗട്ടിൻ്റെ സീൻ ഞാൻ ലൈവിൽ സംഗതി രാവിലെ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ യോഗട്ടിൻ്റെ കാര്യം വന്ന സമയത്ത് നെവിനാണ് ഇതെടുത്തതെന്നുള്ളൊരു സംശയം വന്നപ്പോൾ ആര്യൻ അവിടെ കൃത്യമായിട്ട് നെവിനെ പോയിന്റ് ഔട്ട് ചെയ്തത് മോശമാണ്. നെവിനെ പോയിന്റ് ഔട്ട് ചെയ്തു. നെവിൻ വന്നെടുത്ത് തിന്നുന്നുള്ളത് നെവിനെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. 100 എന്ത് ചെയ്തു, ഇത് എല്ലാവർക്കും ഉള്ളതല്ലേ, ഒരാൾ ഇത്ര തിന്നാൻ പാടും എന്നൊക്കെ പറഞ്ഞ് ഒന്നും എടുത്ത് തിന്നാത്ത പോലത്തെ വർത്താനം. കഴിഞ്ഞ ദിവസം നമ്മൾ എപ്പിസോഡിലും ലൈവിലും ഒക്കെ കണ്ടതാണ്. 100യും ഈ പറഞ്ഞ അനുമോളും കൂടി, ഞാൻ സൈഡിൽ ഫോട്ടോ വയ്ക്കാം, ഫ്രിഡ്ജിനകത്ത് പാലെടുത്ത് മാക്ക് മുന്നടിക്കുന്നു. അപ്പം ഈ പറഞ്ഞ രീതിയിൽ എല്ലാവർക്കും ഉള്ളതാണെന്നോ, ഇവരുടെ ഷെയർ എത്ര, ഇവരുടെ നാക്കിലും ഇവരുടെ വായയിലും ഇവരുടെ കണ്ണിലും മാത്രമാണോ മെഷർമെൻറ്റിൻ്റെ സ്കെയിൽ ഇരിക്കുന്നത്? ഇവരുടെ മെഷർമെൻറ്റ് മാത്രം പാല് ഇവർ കുടിക്കുമെന്നൊക്കെ എത്രയോ സാധനങ്ങൾ ബാക്കിയുള്ളവർക്ക് കൂടി വന്നത്. കഴിഞ്ഞ ദിവസം കോമൺ ആയിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ആ നാരങ്ങ എടുത്ത് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പെണ്ണല്ലേ, നിൻ്റെ വീട്ടിൽ പെണ്ണുങ്ങളില്ലേ, ഞങ്ങൾ പെണ്ണുങ്ങളായ ഇങ്ങനെ തൊടാൻ പാടും. ഈ കാർഡ് എടുത്തൊരൊറ്റ അടിയാണ്. ഇതാണ് കിട്ടുന്നുള്ള പേടിക്ക് പിന്നെ ആരും ഒന്നും പറയാൻ പോകില്ല. ഈ പണിയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നവിടെ വന്നു സാബുമാൻ ആദ്യം ഈ സംഗതി എടുത്ത് നോക്കി. അപ്പോൾ യോഗട്ടില്ല എന്ന് പറഞ്ഞു. നെവിൻ സമ്മതിച്ചു, നെവിനാണ് എടുത്തതെന്നുള്ളത്. അവിടെയാണ് അനുമോൾ അടുത്ത പരട്ടക്കളി അനുമോൾ കളിച്ചത്. ടോയ്ലറ്റിനകത്തുനിന്ന് 100 പോയി ചോദിച്ച സമയത്ത് അക്ബറും ആര്യനും അവിടെ ഇങ്ങനെ പരതി നടക്കുന്നത് ഞാൻ കണ്ടു അവിടെ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ. അപ്പോൾ അവരായിരിക്കണം അത് എറിഞ്ഞു കൊടുക്കുകയാണ്, നൈസായിട്ട് ഇട്ട് കൊടുത്ത്. 100 അത് ഏറ്റു പിടിച്ചിട്ട് അനുമോള് പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾ തന്നെ ആവുമല്ലോ. എങ്ങനെയുണ്ട് 100ക്ക് 100യുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ക്ക് ആ വീട്ടിൽ ഈ ആഴ്ച അടി ഉണ്ടാക്കേണ്ടത് 100യുടെ ആവശ്യം. അത് 100യുടെ ഗെയിം സമ്മതിച്ച ആ ഗെയിം ഒരു ആസ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 100ക്ക് അത് TTFന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. കാരണം ബാക്കിയുള്ളവരൊക്കെ ഒരു മെൻ്റൽ സാധനത്തിലേക്ക് പോകുമ്പോൾ 100ക്ക് ഗെയിമിൽ ഫോക്കസ് ചെയ്ത് അടിക്കുക എന്നുള്ള സംഗതി 100 വെച്ച് 100 അടിയാണ്, 100 വിടാതെ അടിയാണ്. അത് അതിൽ കാണാനുണ്ട്. വാശിക്ക് കളിച്ച് 100 TTF നോക്കി സമ്മതിച്ചു, അതൊക്കെ ആക്സെപ്റ്റബിളാണ്. പക്ഷേ ഇത് ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഈ പറഞ്ഞ അനീഷ്, എസ്പെഷ്യലി ഷാനവാസ് ആൻഡ് സാബു, അവരും പിന്നെയും കൂട്ടുന്നത്, അവൻ അടിക്കുന്നില്ല. പക്ഷെ അനീഷും ഷാനവാസും, അനീഷ് ഇവരുടെ ഈ പറഞ്ഞ ബാക്കി 3 ക്യാപ്റ്റനെതിരെ പട്ടാ ഗേൾസ് വരച്ച വര അല്ലെങ്കിൽ വരച്ച ആ ഒരു സ്കെച്ചിനകത്ത് വീണിട്ടാണ് ഇപ്പോൾ പുറത്തിരിക്കുന്നത് ഞാൻ പറയും. മനസ്സിലായോ? എന്താണെങ്കിൽ അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ 100നെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. എന്താണെങ്കിലും 100 രാവിലെ മുതൽ 100 ഈ സംഗതി എടുത്ത് യോഗട്ട് എടുത്ത് കൊണ്ടുപോകുന്നു. 100 അതിൻ്റെ പേരിൽ കച്ചറ ഉണ്ടാക്കുന്നു. അതിനിടയിൽ അനുമോൾ ഈ യോഗട്ട് കഴുകിയെടുത്ത് പോക്കറ്റിൽ വെച്ച് കൊണ്ടുപോകുന്നു. എന്തൊരു വൃത്തിയാണേ. ഓഹ്, ഇന്ന് ഈ അടിയിനിടയിൽ അക്ബറിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഈ അനുമോൾ ഇരുന്നിട്ട് ഇവൻ തിന്നു കൊഴുത്തിരിക്കല്ലേ, നീ കല്യാണം
നീ ബാത്റൂമിൽ പോയി കേടാ. ഇവരുടെ വിചാരം എന്താ? ഒരാളെ ലിറ്ററലി ബോഡി ഷേപ്പ് ചെയ്യുക ആദ്യമെന്ന് പറയുന്നതാണ്. അതിൻ്റെ വയറൊക്കെ ഇരിക്കുന്ന ഒരു കുത്തണ കൊടുത്ത എല്ലാം പുറത്ത് കാണുന്നുണ്ട്. ഇത് ഇവർ നേരെ തിരിച്ചാണ്. ഈ ആണുങ്ങൾ ഈ പറഞ്ഞ സ്ത്രീ കൂട്ടത്തിനെ കുറിച്ചാണ് ഇത് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇവരിത് ഏതൊക്കെ രീതിയിൽ പോർട്രേറ്റ് ചെയ്യും? വല്ല ഐഡിയ ഉണ്ടോ ഇവർ ഏതൊക്കെ രീതിയിൽ പോർട്രേറ്റ് ചെയ്യുന്നുള്ളത്? ഇതാണ് ഇവിടുത്തെ വിഷയം. ഞാൻ ഈ ആഴ്ച മൊത്തം ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. ഇവർ ഈ സംഗതി മൊത്തം പോർട്രേറ്റ് ചെയ്യുന്ന രീതി വളരെ മോശമാണ്. ഓക്കെ, ഇവർ ഈ കാർഡ് എടുത്ത് അടിച്ച് നടക്കുകയാണ്. ഇനി ആ വീട്ടിനകത്ത് സ്ത്രീ വിരോധി എന്ന് പറഞ്ഞ ടാഗിൽ വന്ന ഒരാളുണ്ട്. അതായത് ലാലേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഈ സീസണിലെ ദ വെരി ഫസ്റ്റ് കണ്ടസ്റ്റൻ്റായ അനീഷിനെ ഒരു സ്ത്രീ വിരോധി എന്നാണ് ലാലേട്ടൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് കളിച്ച കളിയിൽ അനീഷ് ലിറ്ററലി എക്സ്പോസ്ഡ് ആയി എന്നാണ് എനിക്ക് പറയുന്നത്. അനീഷ് എക്സ്പോസ്ഡ് ആയി. കാരണം അനീഷ് ഇന്നൊരു സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർക്ക് വേണ്ടി സംസാരിക്കുക. ആര്യനോടും അക്ബറിനോടൊക്കെ പറയുകയാണ്, അവരൊരു സ്ത്രീയല്ലേ, അവരോട് എങ്ങനെ ചെയ്യാൻ പാടുമോ, അവരോട് എങ്ങനെ പറയാൻ പാടുമോ, സ്ത്രീയല്ലേ എന്നൊക്കെ. ഇതേ അനീഷ് കാറിൽ പോയിരുന്നതിന് ശേഷം വുമൻ കാർഡ് ഇറക്കുന്നു. എന്തിനാണ് എൻ്റെ ദേഹത്ത് കൈ വെച്ചിട്ട് ഞാൻ തൊട്ട് വുമൻ കാർഡ് ഇറക്കണേന്ന് വെച്ചിട്ട് നേരെ തിരിച്ചിട്ട് ഈ സാധനം എടുത്തിട്ട് 100 അടിക്കും. അല്ല യാരുകേ നീങ്ക മനസ്സിലാവുന്നില്ല. എത്തന മുഖം, എത്തന പേച്ച്. അനീഷ് അങ്ങനെ ആ സാധനം പൊളിഞ്ഞെടുക്കുന്നു. കാരണം അനീഷ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഞെട്ടിപ്പോയി. അനീഷ് സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീ വിരോധിയായ അനീഷ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് കൊണ്ടുവരുന്ന ഏറ്റവും വലിയ മാറ്റമാണ്. ബിഗ്ഗസ്റ്റ് ചേഞ്ച് എന്നൊക്കെ പറഞ്ഞൊരു മനുഷ്യനുണ്ടാക്കുന്നത്. അതൊക്കെ ചിന്തിച്ച് കുറച്ചൊന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അടക്കണം. ചേഞ്ചും ഇല്ല, ഒരു കോപ്പും ഇല്ല. അനീഷ് അപ്പുറത്ത് പോയിട്ട് നേരെ ഉൾട്ടടിച്ചു. കൊള്ളാമെന്നാണെങ്കിലും അവിടെ അനീഷിനെ കൊണ്ട് അങ്ങനെ ഒരു സംഗതിയായിട്ട് തീരുമാനമായിട്ടുണ്ട്. അവിടെ അടുക്കള എന്താണെങ്കിലും ഇവർക്ക് സ്പ്ലിറ്റ് ചെയ്യണമെന്നുള്ളായിരുന്നു ഇവരുടെ ആവശ്യം. അടിയും കച്ചറയൊക്കെ ഉണ്ടാക്കിയിട്ട് അടുക്കളയിൽ അവരുടെ പട്ടാ ഗേൾസിൻ്റെ രാജ്യം ഉണ്ടാക്കണം എന്നാണ് ഉള്ളൊരു പരിപാടിയായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവർ ഫുഡ് വേറെ വയ്ക്കാൻ വേണ്ടി അവരവരുടെ പരിപാടി നോക്കി ഇറങ്ങി. ലൈവ് കണ്ടവർക്കറിയാം, തലണക്കവറിനകത്ത് ശേഖരം, എന്താ ഈ കമനീയമായ ശേഖരം എന്നൊക്കെ പറയുമല്ലോ സ്വർണ്ണക്കട, അത് പറയുന്ന പോലെയാണ് അനുമോളുടെ തലണയുടെ കവർ. എന്തൊക്കെയാണ് അതിനകത്ത് ഇരിക്കുന്നത്? കാർ ടാസ്കിന് ഇടയിൽ നിന്ന് നെവിൻ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു കുറച്ചായിട്ട്. അതിനകത്ത് ആ ബോളൊക്കെ ഉണ്ട്. ബിഗ് ബോസ് കൊടുത്ത ഓരോ സാധനങ്ങളും അനുമോള് ചേക്കിലെ മറ്റേ മാധവനെ പോലെ കട്ടോടുന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ബിഗ് ബോസ് തിരിച്ചൊന്നും പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്തും എടുത്തു കൊണ്ടുപോകാമെന്നാണെന്നുണ്ടെങ്കിൽ നാളെ ബിഗ് ബോസിൻ്റെ എൻറ്റയർ അവിടുത്തെ ഈ സെറ്റ് മൊത്തം അനുമോൾ അഴിച്ച് വീട്ടിൽ കൊണ്ടുപോകുമല്ലോ. അവിടെയുള്ള ഓരോ പ്രോപ്പർട്ടി അനുമോൾ വീട്ടിലെത്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ ബിഗ് ബോസ് പ്രത്യേകിച്ചൊന്നും പറയാൻ പോകുന്നില്ലല്ലോ അഴിച്ചു കൊണ്ടുപോയാൽ. ഒരു മിനിമം കോമൺ സെൻസ് എന്ന സാധനമില്ലേ? ഇന്ന് ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. ഡാസ്ലിൻ്റെ ലിപ്സ്റ്റിക്കും സാധനം സെയിം പാറ്റേൺ. അനുമോൾ പോയിട്ട് ബിഗ് ബോസ് ഞാൻ എടുക്കുകയാണ്, ഇളിച്ച് കാട്ടിയിട്ട് ബിഗ് ബോസ് തിരിച്ചു പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോയി കക്കുന്നു ഗോപാലൻ. ഇതായിരുന്നു സ്കീം. അതേപോലെ കട്ട് കൊടുത്താകുമ്പോൾ അങ്ങനെ ആ തലണയുടെ കവറിനകത്ത് ഒരു ലോഡ് സാധനങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു ഇവരടിച്ച്. ഇന്നലെ ആ ഇതിനകത്തുനിന്ന് അടുക്കളയ്ക്കകത്തുനിന്ന് ഷാനവാസുമായിട്ടുള്ള സീൻ ഉണ്ടായപ്പോൾ ഇവരെ യോഗട്ടും പാലും ഒക്കെ എടുത്തുകൊണ്ടുപോയപ്പോൾ വലിയ ഡയലോഗ് അടിച്ച ആൾക്കാരാ ആദിലിനോറി. കാണുന്നില്ല നമ്മളുടെ അതോ നിങ്ങളുടെ സാധനങ്ങൾ കൂടി ആ ശേഖരത്തിനകത്താണോ? ഇതിനൊന്നും ആർക്കും ഒരു PR-കളും പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നു കേൾക്കുന്നില്ല. ഒരാളും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഒരു സൈഡിൽ ഞാൻ പറഞ്ഞു, ഇന്നലെ നെവിൻ പാലും തൈരും കൊണ്ടുപോയപ്പോൾ ഷാനവാസ് കച്ചറ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്താ? എല്ലാവർക്കും വേണ്ടിയുള്ള സാധനമാണ്, അല്ലെങ്കിൽ ലക്ഷറി ബഡ്ജറ്റ് വരുമ്പോൾ നിങ്ങളെങ്ങനെയാണ് കൊണ്ടുപോകും. ഇത് പറഞ്ഞിട്ട് അടി ഉണ്ടാക്കുന്നത്. അപ്പുറത്ത് പോയി നോക്ക്. അപ്പുറത്തുണ്ട് പട്ടാ ഗേൾസിൻ്റെ തലണയുടെ കവറിൻ്റെ ഉള്ളിൽ ഒരു വീട്ടിലേക്കുള്ള ഫുള്ള് റേഷൻ ഉണ്ടാവും. അതിനെക്കുറിച്ച് മിണ്ടാൻ പാടില്ല. അതിനെക്കുറിച്ച് മിണ്ടുന്നതാണ് പിന്നെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ അനീഷിൻ്റെ ഭാഗം മറ്റേ പരിപാടി ഇത് വിളിക്കും, മീറ്റിംഗ് വിളിക്കും. എന്ത് വിളിക്കാൻ? മീറ്റിംഗ് വിളിക്കാമെന്ന് അനീഷ് പറഞ്ഞത് ഇപ്പം നല്ല ഇൻറ്റൻഷനോട് കൂടിയാണെങ്കിലും ഇതുവരെ വിളിച്ച മീറ്റിംഗ്, ബിഗ് ബോസിൻ്റെ അടക്കമുള്ള മീറ്റിങ്ങുകൾ കൊളാക്കിയ ഒരു മുതലാണ് അനീഷ് എന്നുള്ളത് കൊണ്ട് അനീഷ് ഈ മീറ്റിംഗ് വിളിക്കൂ എന്ന് പറയുമ്പോൾ ഇവർ ഈ മീറ്റിംഗ് വിളിക്കൂ. എങ്ങനെ ഇയാളെ വിശ്വസിച്ച് മീറ്റിംഗ് വിളിക്കാൻ പറ്റും? എല്ലാ മീറ്റിങ്ങും പൊളിച്ച് കൈ കൊടുത്തൊരു മുതലാണ് ഐറ്റം. അതുകൊണ്ട് അവർ മീറ്റിങ്ങും വിളിച്ചില്ല. ഓക്കെ, ഇനി അടുത്ത പറയാനുള്ളത് TTF ടാസ്കിൻ്റെ അടുത്ത ഗെയിം ആണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ഗെയിമായി. കട്ട മൊത്തം
എറിഞ്ഞൊരു ഗോൾ അടിപ്പിക്കുക, പിന്നെ അതിന് ശേഷം ആ സീസൺ നടക്കുക. അതത്ര ഒരു വലിയൊരു ഭയങ്കര സീൻ ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് പേഴ്സണലി സാധനം തോന്നിയില്ല. ഓക്കെ, അതിനകത്തും ആ ടാസ്ക് ആകപ്പാടെ കൂടി കളിക്കാൻ പറ്റാതെ കിടന്ന് വട്ടം തിരിഞ്ഞത് സാബുമാനാണ്. സാബുമാൻ തുടരുമോ ഇല്ലേ ഈ ആഴ്ച ഒന്നും എനിക്ക് അറിയാൻ പാടില്ല. ഇനി തുടരുകയാണെങ്കിൽ തന്നെ ഞാൻ പറയുന്നു, ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻറ്റിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് കൂടുതൽ വോട്ട് ബാങ്കുള്ള, പുറത്ത് വോട്ട് ബാങ്കായിട്ട് ഇരിക്കുന്ന ആളുകൾ മറിച്ച് വോട്ട് കാരണമായിരിക്കും. അത് ടാർഗറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ വേറെ ആരെങ്കിലും പുറത്താവാനായിരിക്കും. ചക്കിന് വെച്ചത് കൊക്കിനും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. ഇപ്രാവശ്യം സാബുമാൻ തുടരുകയാണെങ്കിൽ തുടരാൻ പോകുന്നത് വേറൊരു കണ്ടസ്റ്റൻറ്റ് എന്താണെങ്കിലും ചാടും, സാബുമാൻ തുടർന്നാൽ. ഓക്കെ, അതങ്ങനെ ഒരു വഴിക്ക് അത് പോയി. TTFിൽ ആ ഒരു ഗെയിം വീണ്ടും കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാവരും ഈ ടീം മൊത്തത്തിലിരുന്നിട്ട്, ഈ ആദിലി നോറിയും അനുമോളും കൂടി മൂന്നും കൂടി ഇരുന്നിട്ടുള്ള ലൈവിലെ കോൺവെർസേഷൻസ് ഉണ്ട്. സീനാണ്. ഇന്നിപ്പോൾ അനുമോൾ അവിടെ ഇരുന്ന് ഇട്ട് കൊടുക്കേണ്ട ആരെ, മറ്റേ നെവിനെ, അക്ബറിനെ, ആര്യനെ. അതൊരു തരം ഇട്ട് കൊടുക്കില്ല. അതായത് നിങ്ങൾ ഈ 3 പേർക്ക് വോട്ട് ചെയ്യരുതിട്ടോ, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്തിട്ട് ഇവന്മാരെ പുറത്താക്കുന്ന രീതി അത് എറിയാണ് ഈ സാധനം ഇരുന്നിട്ട് കാണുന്ന. എനിക്ക് കണ്ടപ്പോൾ ഒരു പെർട്ടിക്കുലർ പോർഷൻ കണ്ടപ്പോൾ അതാ തോന്നിയത്, പുറത്ത് PR-നെ കൊടുക്കുകയാണ്. മനസ്സിലായോ? ബാക്കിയുള്ളവർക്ക് കൊടുക്കും, ഇവന്മാരടിച്ച് പുറത്താക്കുന്ന രീതിയിൽ തുരത്താൻ വേണ്ടിയിട്ട് സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ ഇരുന്ന് അപ്പുറത്തിരുന്ന് പച്ചർച്ചി തിന്നു. ഇതാണ് പരിപാടി. ചോദിച്ചത് എന്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായി, അത് ജെൻഡർ കാർഡ് ഇറക്കി അവിടെ ഫുള്ളാകെ മൊത്തം അലമ്പാക്കലായി. ഓക്കെ, അതിനുശേഷം കാർ ടാസ്ക് തുടങ്ങി. കാർ ടാസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കും, ഇന്നലെ ഈ നെവിൻ നോക്കി മറ്റവൻ തൊട്ടു. ഇന്ന് പടീനിടയിൽ ഇന്നും നിങ്ങൾ എപ്പിസോഡ് കണ്ടു കാണും, എന്നെ തൊടരുത്, തൊടാൻ പാടില്ല, ഇങ്ങനെ പറഞ്ഞ ടീമുകളായി ഇവർ. എന്തിനാ തൊടണം, എന്നെ അങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ പറയും. എന്നിട്ട് ഇതൊന്ന് കാർ ടാസ്ക് ഉണ്ടായപ്പോൾ മാറി നിന്നു. എനിക്ക് ഈ മോശമായ ആണുങ്ങളുടെ ടച്ച്, അല്ലെങ്കിൽ ആണുങ്ങളെ തൊട്ട് ഒരുമിയിരിക്കുന്നത്, അവരുടെ നോട്ടമോ കയ്യോ കാലോ എൻ്റെ ദേഹത്ത് കൊള്ളുന്നത് പ്രശ്നമാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഇവർ ഇന്ന് കാർ ടാസ്ക് വന്നപ്പോൾ ചാടിക്കുത്തി ഉള്ളിൽ കയറിയിരുന്നില്ലേ തോന്നുന്നു. നീച്ച് പോകായിരുന്നല്ലോ. ഞങ്ങൾ ബിഗ് ബോസിനോട് അങ്ങനെയാണ് ഇവർ ചെയ്യേണ്ടത്. ഇവർ ബിഗ് ബോസിനോട് കഴിഞ്ഞ ദിവസം ക്യാമറയെ നോക്കി പറഞ്ഞല്ലോ, ബിഗ് ബോസ് ഒരു മെയിൽ ഷോവിനിസ്റ്റ് ആണോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ സേവ് ആക്കണം, ഏതെങ്കിലും ഒരു ആണിനെ പറഞ്ഞുകൊണ്ടെന്നൊക്കെ പറഞ്ഞ ഡയലോഗ് പോയി അടിച്ചിട്ടുണ്ടായിരുന്നവർ. അങ്ങനെ ഒരു വുമൺ കാർഡ് ഇറക്കി ബിഗ് ബോസിനെ വരെ വെല്ലുവിളിക്കുന്ന ടീമുകളാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ടാസ്ക് നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യേണ്ടിയിരുന്നു. 3 മാറിയിരിക്കേണ്ടിയിരുന്നു. 3 ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പം പിന്നെ ആരുടെ മടിയിലും കയറിയിരിക്കുക, മറ്റവൻ്റെ നേത്ത് കൈ വയ്ക്കാം, അപ്പുറത്തുള്ള കൈ കൊണ്ടാലും കുഴപ്പമില്ല, ഒരു വിഷയവുമില്ല. ഇങ്ങനത്തെ നാറിയ സ്റ്റാൻഡ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇങ്ങനെ പരിപാടി എടുക്കുന്നത് തീരെ പറ്റില്ല. ജെനുവൻ റീസൺ കാരണം ഒരാൾ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഒരു പെർവേർട്ടഡ് ആയിട്ടുള്ള ഒരു നോട്ടം, ഒരു സംസാരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത്, അത് സ്ത്രീയോ പുരുഷനോ ആയില്ല, സ്ത്രീയുടെ ഭാഗത്തുനിന്ന് വരാം, പുരുഷൻ്റെ ഭാഗത്തുനിന്നും വരാം കേട്ടോ. ആരുടെ ഭാഗത്തുനിന്ന് വന്നാലും അങ്ങനത്തെ ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഇത് ഈ വുമൺ കാർഡ് ഇറക്കിയിട്ടുള്ള ഈ പരിപാടി ഉണ്ടല്ലോ, ഇത് പുറത്ത് എന്ത് രീതിയിലുള്ള ഇമേജാണ് ഒരാളിന് കൊടുക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇവരൊക്കെ പുറത്തിറങ്ങിയ ആളങ്ങനെ ഒരു സൈഡാവും. ഇത് കിട്ടുന്ന ആളുകൾ എന്ത് ചെയ്യും? അവരുടെ കമൻറ്റ് ബോക്സ് മൊത്തം അന്ന് നീ അങ്ങനത്തെ ഉള്ളടാ, നീ പെണ്ണുങ്ങൾ എങ്ങനെ നോക്കുന്നുള്ള, നീ തൊണ്ണൂറ്, ഈ സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിന് വേണ്ടി ഇട്ട് കൊടുക്കുക ഈ 3 കൂടി. എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ കാർ ടാസ്കിൽ അത്രയും കൺജസ്റ്റഡ് ആയ കാറിനകത്ത് ഈ 9 കൂടി കയറി കുത്തിയിരിക്കുക. അപ്പം ആരും വഴിയിൽ ഒന്നും ഒരു പ്രശ്നമല്ല. അതിലും വലിയ മഹാൻ അനീഷ് രാവിലെ, അയ്യോ സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും വലിയ വനിതാവതിലുണ്ടാക്കിയതാണ് പിണറായി വിജയനും പാർട്ടി. അതുക്കും മേലെയാണ് ഇവ അതിനകത്തുനിന്ന് രാവിലെ കാണിച്ചു കിട്ടിയത്. ഒരു സ്ത്രീക്ക് വേണ്ടി സ്ത്രീയോട് കാണിക്കാൻ പാടും സ്ത്രീക്കാട് ഇറക്കിയ നേരെ റിവേഴ്സ് അടിച്ചു, സ്ത്രീ വിരോധി. എന്നിട്ട് പേര് സ്ത്രീ വിരോധി. കൊള്ളാം. എന്താണെങ്കിലും ടാസ്കിൽ ആദ്യം മുന്നിൽ കയറിയിരുന്നത് അനീഷും, ഫ്രണ്ട് സീറ്റിലിരുന്നത് അനീഷ്, നെവിൻ, നൂറ. ഇന്നലെ ആര്യൻ, നൂറ. എനിക്ക് ഈ നെവിനെയും ആര്യനെയും പലവട്ടമായിട്ട് മാറിപ്പോണ്ട്. ഈ രാത്രി വീഡിയോ നോക്കുമ്പോൾ എൻ്റെ പ്രശ്നമാണ്. എൻ്റെ ഒരു ചെറിയൊരു ഉറക്കമുണ്ട് ഈ ടയർഡൊന്ന് ക്രിക്കറ്റ് കളിച്ചിട്ട്. അങ്ങനെ ഈ വെയിലത്തൊക്കെ വന്ന് കുറേ കാലമായിട്ട് കളിച്ചിട്ടില്ലടി. അപ്പോൾ ക്രിക്കറ്റ് ഡബിൾ മീനിങ് ഉള്ള ആളുകളോട് പറഞ്ഞാൽ ക്രിക്കറ്റ് അറിയാൻ കളിയുടെ കാര്യം ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ആര്യൻ
നൂറേനെ നോക്കി നൂറയെ ആ രീതിയിൽ അപ്രോച്ച് ചെയ്തു എന്നുള്ളതൊക്കെ ആയിരുന്നു ആദില പറഞ്ഞിരുന്നത്. ഈ ആദില ബാക്കിലും അവിടെ ഈ നൂറിയും ആര്യനും ഫ്രണ്ട് സീറ്റ് ഇങ്ങനെ. ആദിലൊരു അവസ്ഥയാണ് ആലോചിച്ച് നോക്കുന്നത്. ആദില മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അനീഷിനെ തട്ടാൻ. അതെന്തിനാ? ആര്യനും നൂറി അവിടെ ഇരിക്കുമ്പോൾ നൂറേനെ അപ്പുറത്ത് മാറ്റി ഒറ്റയ്ക്ക് ഇരുത്തണം. അതിനുള്ള പരിപാടിയാണ് 37 കാണിക്കുന്നത്. ബാക്കിൽ നിന്ന് ഇവൻ്റെ അനീഷിൻ്റെ ഡോറ് തുറക്കുന്നു, മുന്താൻ പറയുന്നു, ഇതൊക്കെ അതിൽ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും അനീഷ് അതിലും ഗെയിമാണ്. ബിഗ് ബോസ് നോക്ക്, ബിഗ് ബോസ് ഇവരെന്നോട് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ ബിഗ് ബോസ്? ഇവരെന്താ നേരെ നാട്ടുകാരോട് പറഞ്ഞ പോലെ, നാട്ടുകാരെ നിങ്ങൾ കാണുന്നില്ലേ നാട്ടുകാരെ എന്ന് ചോദിച്ചാൽ പോലെ എന്തിനാ ഈ ബിഗ് ബോസ് പറയണം? ആ ചങ്ങയിനെ ഉറക്കം വിടാതെ എന്താണെങ്കിലും അതിനകത്ത് ഇരിക്കണം. ഇയാൾ ഉറങ്ങാൻ വിടാതെ ഈ ബിഗ് ബോസ് അടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താ? അത് ഗെയിമാണ്. ചിലപ്പോൾ ചവിട്ടി പുറത്താക്കും. അപ്പോൾ തിരിച്ചൊന്നണം. ഒപ്പമുള്ള ആൾക്കാരെ കൺവിൻസ് ചെയ്ത്, ആരിനപ്പുറത്താണെങ്കിൽ നൂറേനെ കൺവിൻസ് ചെയ്ത്, നൂറേനെ കൊണ്ട് അനീഷും നൂറേയും കൂടി എന്തിട്ട് ആരെ പുറത്താക്കണം? അതൊന്നും ചിന്തിക്കുന്നില്ല. ഇയാളെന്താ അറിയോ? ഇയാളെ ഫുൾ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കുറച്ച് ആഴ്ചകളായിട്ട്, ഈ 1-2 ആഴ്ചയായിട്ട്, ഈ ആഴ്ചക്ക് എസ്പെഷ്യലി നന്മക്കാടാണ്. നന്മ എടുത്ത് വാരി വെതറ. ഓക്കെ, പറയുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു അഗ്രസീവ് ഫേസ് ഇല്ല. ഇന്നിപ്പോൾ ആര്യൻ ഈ പറഞ്ഞ നെവിൻ്റെ കയ്യിന്, നെവിനല്ല നമ്മളെ അനീഷിൻ്റെ കയ്യിന് അടിച്ച സമയത്ത് ആര്യൻ്റെ അടി കിട്ടിയപ്പോഴത്തേക്ക് മറ്റത് അത്രേ നിന്റെ തല വെട്ടും, തല നിലത്ത് കിടന്ന് ഉരുളെന്നൊക്കെ പറഞ്ഞ അനീഷ് ഈ ആഴ്ച ആയപ്പോൾ എന്താ അറിയോ? എന്തിനാ എന്നെ തല്ലുന്നത് ആര്യ? ഇങ്ങനെയായിപ്പോയി. എമ്മാതിരി ട്വിസ്റ്റഡി, വില്ലാളി വീരെന്നൊക്കെ പറയണം. അമ്മാതിരി ഒരു ഐറ്റം. അതിനിടയിൽ നെവിൻ ഈ പറഞ്ഞ പോലെ നെവിനെ കൊണ്ട് നടക്കില്ല. നെവിൻ ഇറങ്ങിപ്പോയി. നെവിന് ഫുഡ് അടിക്കണം. ആ ഗെയിമിനിടയിൽ വേറൊരു ഗെയിം വയ്ക്കണം. അനുമോളുടെ അവിടെ പോയിട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ടുവരണം. ഇതൊക്കെ ഉള്ളത് കൊണ്ട് നെവിൻ പോയതിനു ശേഷം അടുത്തത് ഇറങ്ങുന്നു സാബുമാൻ. ഒരു ഈ TTF സത്യം പറഞ്ഞാൽ തൂക്കുന്നു വിചാരിച്ചൊരു മുതലായിരുന്നു ഈ സാബുമാൻ. ഓന് ഞാൻ കൈ കൊണ്ടുപോയി കൊടുത്താലും വേണ്ടെന്ന് ചിലപ്പോൾ ബിഗ് ബോസിന് തിരിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരുത്തനായിപ്പോയല്ലോ. അവസാനം ഓന് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് അനുമോളെ ഇറങ്ങിയാൽ അതിലിറങ്ങിയതിനു ശേഷം അതിനുശേഷം അനുമോളെ ഇറങ്ങിയാൽ ഞാൻ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് അടിച്ചിട്ട് അനുമോളിറങ്ങിയാൽ അനീഷും ഇറങ്ങിപ്പോയി. അതിനിടയ്ക്ക് ഒരു വേറെ സാധനം ഉണ്ടായി. ഈ ഡോറ് തുറക്കാൻ വേണ്ടി അക്ബറോ ആരും അതിനിടയ്ക്ക് കൈ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അനുമോൾ അവിടെ ഒരു സാധനം അടിച്ചിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് അക്ബർ ആരെങ്കിലും പറയുന്നത് കണ്ട, ഇതാണ് ഇവള് ഇത്രയേ ഉള്ളൂ, ഇവളുടെ പരിപാടി ഇതാണെന്നുള്ളത് പൊക്കിയപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ പിടിച്ച് തൂങ്ങിയില്ല അനുമോൾ. അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. നാളുകളിൽ കാറിനകത്ത് കയറിയ സമയത്ത് ഡോർ തുറക്കാൻ അക്ബർ ഇങ്ങനെ കൈ കൊണ്ടുവന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടുള്ള അടികളൊക്കെ വരാം. മേ ബി ഇതിപ്പോൾ വയ്യാത്തോണ്ട് അടിക്കാതിരുന്നതായിരിക്കണം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സൈഡിൽ കൂടി എല്ലാവരും ഇറങ്ങിപ്പോയി. ലാസ്റ്റ് വന്ന സമയത്ത് അക്ബർ, നൂറ, ആര്യനായി. അതുകൊണ്ട് അക്ബർ അത്രയും ഹൈറ്റും വെയിറ്റും വെച്ചിട്ട് ഏകദേശം പുലർച്ചെ വരെ ഇരുന്നു എന്ന് പറയുന്നതിനൊരു ഓക്കെയാണ്. അക്ബർ ഇറങ്ങിയതിന് ശേഷം നൂറയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് മനസ്സിലായി ഈ ടാസ്കിൽ ആരും ജയിച്ചാലും വിഷയമില്ല. കാരണം ലാസ്റ്റ് ടാസ്ക്കാണ്. TTF ആർക്ക് കിട്ടും? നൂറയ്ക്ക് കിട്ടും. പിന്നെ നൂറ ആ ഒരു സ്പിരിറ്റ് വെച്ച് അവിടെ ഇരുന്നു. നൂറയ്ക്ക് ഹാറ്റ്സ് ഓഫ് ട്ടോ, ഒരു രക്ഷയില്ല. കാരണം ടാസ്കിൻ്റെ കാര്യത്തിൽ നൂറ വേറെ ലെവൽ കളി കളിച്ചു. പക്ഷെ അത് കളിച്ചിട്ടുള്ള ന്യായീകരണമാണ് ഇതിൻ്റെ അസഹനീയമായിരുന്നു. സ്വന്തം കളിച്ചതല്ല. നമ്മൾ 3 പേരിൽ ഒരു ഗേൾ അവിടെ എത്തണം എന്നുള്ളത് കൊണ്ട് ഞാൻ വാശിക്ക് കളിച്ചതാണ്. ഇനി അതാണ്. അല്ലാതെ ഇത് ജയിച്ചു അടിപൊളിയായിട്ട് കളിച്ചു എല്ലാം സൂപ്പറാണ്, അത് വേറെ വിഷയം. പക്ഷെ അങ്ങനെ ഇത് ഞാൻ അങ്ങനെ 3 സ്ത്രീകൾ വരാൻ വേണ്ടി കളിച്ചതാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, അവിടെയാണ് ഇവരുടെയൊക്കെ ഒരു അവസ്ഥയാണ് ആലോചിച്ച് നോക്കുന്നത്. എന്താണെങ്കിലും ഇത് അങ്ങനെ പോയി. പിന്നെ ഷാനവാസ് പോയതിൻ്റെ ഞാനിന്ന് ആര്യനെങ്ങാണ്ട് ഷാനവാസിൻ്റെ കാര്യം കൺഫെഷൻ റൂമിൻ്റെ ക്യാമറേൻ്റെ മുന്നിൽ പോയി ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇരുന്നിട്ടൊക്കെ പറയുന്നൊക്കെ ഉണ്ട് ഷാനവാസിൻ്റെ അവസ്ഥ എന്താണെന്ന്, അല്ലെങ്കിൽ ഷാനവാസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് അവർ മൈക്കിലൂടെ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്. അതിൽ പോയി ചോദിച്ചു. അങ്ങനെ ഷാനവാസിൻ്റെ ഒരു അപ്ഡേറ്റ് കിട്ടാൻ ഇവർക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ ഒരു ശ്രമിക്കുന്നുണ്ട്. അല്ലാതെ ഷാനവാസ് പോയതുകൊണ്ട് അവിടെ ഇരുന്നിട്ട് അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല. ഓക്കെ, ഷാനവാസ് പോയി അത്രയല്ല, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ അത് ഇവരുടെ കണ്ടന്റായിട്ട് ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. നൂറെന്ന് അടി ഉണ്ടാക്കിയ സമയത്ത്
വീണ്ടും മറ്റേ സാധനം എടുത്തിടുന്നുണ്ട്. നീ കാരണമല്ലേടാ, നീയൊക്കെയല്ലടാ ഷാനവാസിനെ പറഞ്ഞതെന്ന് വെച്ചിട്ട് വീണ്ടും അടിക്കുന്നത്. അതും തന്നെ നമുക്ക് മനസ്സിലാക്കാം. അന്ന് ആ ദിവസം അവർക്ക് ഷാനവാസ് വീണ് നടന്നു പറഞ്ഞാൽ അയാളെ രക്ഷിച്ചു കൊണ്ടുപോകണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ ഇവർക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. മറ്റവർ പിന്നെയാണ്, ആദ്യം അവർക്ക് ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നില്ല, പിന്നെ അവർ വന്നു. പിന്നെ അവർ വന്നപ്പോൾ ഇവരുടെ ഒരു ഐറ്റം എനിക്ക് പേഴ്സണലി മനസ്സിലായത് അവിടെ നിന്നാണ് എനിക്ക് ശരിക്കും ഇതെല്ലാം കണ്ടന്റ് ലൈനാണ്. എത്തിക്സ് എന്ന സാധനത്തിനകത്ത് വയ്ക്കുന്നില്ല അവർ. പക്ഷെ പറയുന്നത് ഇവരാണ് ഏറ്റവും വലിയ എത്തിക്സും ഏറ്റവും വലിയ നന്മവരങ്ങളെന്നും പറയുന്നത് ഈ മൂന്നെണ്ണമാണ്. ഓക്കെ, പക്ഷെ ഇന്ന് അവരത് ചെയ്യുന്നില്ല. ഇവർ നാട്ടുകാർക്ക് മറ്റേ സാധനം ഇട്ട് കൊടുക്കണം. ഞങ്ങൾ 3 സ്ത്രീകൾ ഞങ്ങളവിടെ ഇട്ട് ഉപദ്രവിക്കുകയാണ് ഇവർ എന്നുള്ള സാധനം ഇട്ട് കൊടുത്തിട്ട് പോവുക. അതാണ് പരിപാടി. അപ്പോൾ ഓക്കെ ഗൈസ്, ഇപ്പോൾ ലൈവിൽ എന്താണെന്നുണ്ടെങ്കിലും ടാസ്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും, കാരണത്തിരിക്കുന്നുണ്ടാവും. എപ്പിസോഡ് കണ്ടവർക്ക് വിന്നറി മനസ്സിലായി. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലൈവ് കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ നടക്കണം എന്നുള്ളത് ഒന്ന് ക്ലിയർ സാധനം കിട്ടും. എസ്പെഷ്യലി ഇപ്പോൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അനീഷിൻ്റെ സീനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അനീഷിന് കൂടെ അതിനകത്ത് നടക്കുന്ന കുറേ സംസാരങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഓക്കെ ബൈ.